ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. പിന്നീട് 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഉത്തരം കിട്ടാതെ നിങ്ങൾ വലയുന്ന, വിഷമിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടുകയും നിങ്ങൾക്ക് സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് നിങ്ങളിൽ വസിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു, ജ്ഞാനദൃഷ്ടി ലഭിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലും അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, വരാൻ പോകുന്നതിനെ കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലാണോ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അല്പം കൂടി ആലോചിച്ചിട്ട് ആക്ഷൻ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്പ് യുവർ ഇൻഡ്യൂഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഒന്ന് വർദ്ധിപ്പിക്കുക കൂടി വേണം, ഒന്ന് ഡെവലപ്പ് ചെയ്യുക കൂടി വേണം എന്നുള്ളത് പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇൻഡ്യൂഷനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുകയാണ് വേണ്ടത്. ദൈവികമായ എനർജിയിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസം കൊടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഏതൊരു കാര്യത്തിനും നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടോ, എനിക്കത് നേടാൻ കഴിയും എന്നുള്ള നിങ്ങളുടെ അടങ്ങാത്ത ഒരു വിശ്വാസമുണ്ടല്ലോ, അടങ്ങാത്ത ഒരു ആവേശവും വിശ്വാസവുമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? അതനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമുക്ക് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഈ ഒരു 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സമ്പത്തിൻ്റെതായ ഒരു സഫലത, സമ്പത്തിന്റെ സഫലത ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ? ഇതുപോലെ ഒരു ലക്ഷറി ലൈഫ് നയിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അടുത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സന്തോഷത്തിലും മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു. ഏകാന്തത അനുഭവിച്ചവർക്ക്, വിരക്തത അനുഭവിച്ചവർക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിരക്തി അനുഭവിച്ചവർക്ക് അതിലൂടെ സന്തോഷം നേടിക്കൊണ്ട് ആ വിരക്തിയെ മാറ്റിയെടുക്കാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമ്പത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇന്നത്തെ ദിവസം നേടാൻ സാധിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് സാധിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തോ ചില കാര്യങ്ങളിൽ നിങ്ങൾ മുഴുകിയിട്ടുണ്ടാവാം, ഒരുപാട് എനർജി കളഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് ചില ഷോപ്പുകൾ തുടങ്ങാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നതാണ്. ചിലർ വിവാഹത്തിലേക്ക് നോക്കിയിരിക്കുന്ന എനർജി ആണെങ്കിൽ ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വന്നിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് അനുയോജ്യമായത് വരുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെയും കാത്തിരുന്നിട്ട് ആഗ്രഹം സഫലമാകാതെ ഇരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹം നിങ്ങൾക്കിവിടെ സാധ്യമായി കിട്ടുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയാണ് നിങ്ങളെ ഇന്നത്തെ ദിവസം മുന്നോട്ട് നയിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇത് സഫലമാകുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
വിക്ടറിയാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് വാൺസിന്റെ എനർജി. 6 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് വിക്ടറി? വിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങളിൽ ഒരു സക്സസ് വേണം, എഴുതിയിരിക്കുന്ന എക്സാമിനേഷൻ ഒരു സക്സസ് വേണം, അതുപോലെ തന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടിരിക്കുകയാണ്, ഗവൺമെന്റ് ജോബൊക്കെ നോക്കിയിരിക്കുകയാണ്, അതിലൊരു സക്സസ് വേണം, എവിടെയെങ്കിലും യാത്ര പോകുന്നതിൽ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടാവാം, അവിടെ ഒരു സക്സസ് വേണം എന്നൊക്കെ നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വളരെ നല്ല എനർജിയാണ്. കണ്ടില്ലേ, ഈ ഒരു ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ആവാം, ജോലിക്കാര്യങ്ങളിൽ ഒരു പ്രൊമോഷൻ ആവാം, ചിലപ്പോൾ അവാർഡ് ലഭിക്കാനാവാം, ചിലപ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കാനാവാം. എന്തായാലും ശരി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെയും സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാനും മറ്റുള്ളവരുടെ കയ്യടി ഏറ്റുവാങ്ങാനുമുള്ള ഒരു സാഹചര്യം ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വാൺസ് ആണ് വന്നിരിക്കുന്നത്. വാൺസ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി ആണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷിക്കാനുള്ള നമ്പർ 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഒരുപാട് ദിവസം ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെന്റ് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയാം, ന്യൂസ് കൊണ്ടുവരാം, അതുപോലെ മെസ്സേജ് വരാം, കോൾ വരാം. നിങ്ങൾക്കൊരു സന്തോഷത്തിനുള്ളതായ എനർജിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ചില എൻഗേജ്മെന്റിന് പോകാം, വിവാഹ കാര്യങ്ങളിലേക്ക് പങ്കെടുക്കാൻ പോകാം, ഉല്ലാസ യാത്രകൾ നടത്താം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകുന്നതായിട്ടും അവിടെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതുമായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. ആരോടെങ്കിലും കൂട്ടിയേർന്ന് ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാം. അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിരവധി ഉണ്ടാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ പാർട്ടികളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകാം. ആരെങ്കിലും ഒക്കെ നിങ്ങളെ ക്ഷണിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സന്തോഷിക്കാനുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടാവുന്നതാണ്. മനസ്സിലായി? നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അവരെന്നെ ക്ഷണിക്കുമെന്ന്, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ ക്ഷണിച്ചിട്ട് സന്തോഷിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷനുള്ള വിജയം, അതിൽ സന്തോഷിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ വേർപിരിഞ്ഞിരിക്കുന്നവർക്ക് കൂടിച്ചേർന്നിട്ട് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനുള്ള ഒരു ദിവസമായിട്ടും ഇന്ന് അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ സമാധാനം ലഭിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായിട്ട് വന്നിരിക്കുന്നത് വേൾഡ് ആണ്. കണ്ടില്ലേ, ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബില്യൺ സക്സസ് ആണ്. കണ്ടില്ലേ, നിങ്ങൾ ബുദ്ധിപരമായിട്ട് എന്തോ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവണം, അതിലേക്ക് ഏറ്റവും നല്ലൊരു സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. ഒത്തിരി എനർജീസ് അങ്ങനെ വന്നിരിക്കുന്നത്. മനസ്സിലായി? സമ്പത്തിൻ്റെതായാലും നിങ്ങളുടെ ഇൻഡ്യൂഷന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ഒരുപാട് വന്നിരിക്കുന്നു. ഇവിടെയും ആഗ്രഹ സഫലീകരണത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ് ആണ്. അതായത് ഒരു ആത്മീയപരമായ ഉണർവുണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. കാരണം അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നത്. ഇതുവരെയുള്ള ഭൗതിക കാര്യങ്ങളെയൊക്കെ വിട്ടിട്ട് ഭൗതിക സന്തോഷങ്ങളിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്ട് ആവാൻ ശ്രമിക്കും. ഈ ഒരു സമയത്താണ് ഭൗതിക ലോകത്തിരുന്ന് സന്തോഷിക്കുന്നതിലും അപ്പുറത്തായിട്ടുള്ള ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ എനർജിയിൽ കിട്ടുന്നത്, സ്പിരിച്വൽ വേൾഡിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നാണ് കാണുന്നത്. കാരണം അവിടെയാണ് കൂടുതലായിട്ട് ആഗ്രഹ സഫലീകരണം നടക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവില്ല. സ്പിരിച്വൽ വേൾഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കുകയോ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും മെന്റലി കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയോ ഒന്നും ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡിലേക്ക് നിങ്ങൾ പോകുന്നു. അവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ മനസമാധാനവും മനഃശാന്തിയും ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളെ ഇവിടെ സഫലീകരിക്കാം. കാരണം വേൾഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു
എനർജിയാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹ സഫലീകരണം ഇവിടെ നടക്കുന്നു ഇന്നത്തെ ദിവസം. പലർക്കും ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാമല്ലോ, എല്ലാവരും ഇപ്പം നോക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ സാധിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ഒത്തു വന്നിട്ടുണ്ടാവണം. അതിനായിട്ട് നിങ്ങൾ സാഹചര്യം വെച്ചിട്ടുണ്ടാവണം. അതിനായിട്ട് പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഒരു നല്ല സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ, ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളെ ഓർത്തിട്ട് തന്നെ അഭിമാനം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള നല്ലൊരു പദവിയിലേക്ക് മുന്നോട്ട് വരും എന്ന്. പക്ഷെ അതിനപ്പുറമായിട്ട് നിങ്ങൾക്കൊരു നല്ല അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി പ്രൗഡാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും നല്ല ഒരു സക്സസിലേക്കാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ സാധിക്കുന്നത്. മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ സഫലമാവുകയും അതിലൂടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ കുടുംബസഹിതം എവിടെയെങ്കിലും വീട് വാങ്ങിച്ചിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ആ ഒരു ആഗ്രഹം നിങ്ങൾക്കിവിടെ സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചലഞ്ചസിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ചലഞ്ചസിന്റെ കാലം എന്ന് പറയുമ്പോഴെന്താണ്? മറ്റുള്ളവരോടുള്ള വെല്ലുവിളികൾ, കാരണം മറ്റുള്ളവർ നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതങ്ങൾ, മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുഴിയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങളെ അപരാധികളാക്കി കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട്. തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും മറ്റുള്ളവർ നിങ്ങളെ, അല്ലെ? മറ്റുള്ളവർ നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് വലിയൊരു സ്ഥാനത്തേക്ക് ഉയരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ ചില സാഹചര്യത്തിൽ? അവിടെ നിങ്ങൾക്കാണ് ഇവിടെ വിജയം വരുന്നത്. നിങ്ങൾ അതിനെല്ലാം മറികടന്ന്, അത്തരത്തിലുള്ള പ്രതിസന്ധികളെ, വെല്ലുവിളികളെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാം കടന്നു പോകും എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ എല്ലാം കടന്നു പോകും. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും കടന്നിട്ട്, പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു സമാധാനപരമായ സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ താമസിക്കുന്നിടത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാവാം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. അതുമല്ല എങ്കിൽ മാനസികമായിട്ട് സന്തോഷം ലഭിക്കാത്ത ഒരു എനർജി ഉണ്ടാവാം. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും, ഇതെന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എതിരായിട്ടാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയെ മറികടന്ന് നിങ്ങൾക്ക് ചില പ്രത്യേക സമയത്ത്, പ്രത്യേക നിമിഷങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ആശ്വാസം കിട്ടുന്നു. അതുപോലെ തന്നെ അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഭേദം വരാം. അതിൽ നിന്ന് ഒരു വിമുക്തി നേടാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നു. ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ തലവേദന അനുഭവിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്സിഡന്റിൽപ്പെട്ട മെഡിസിൻ എടുത്ത് കഴിയുന്നവരുണ്ടാവാം. ഒരുപാട് നെഗറ്റീവ് എനർജിയിൽ കഴിയുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കടന്നു പോകാൻ സാധിക്കുന്നു, മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി. എല്ലായ്പ്പോഴും അവർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായി? എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം അവരെപ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഉണ്ടാവും. നിങ്ങളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസം കാണാൻ കഴിയുന്നത്. അതുപോലെ യാത്രകളാണ്. പഴയ വീട് വിറ്റിട്ട് പുതിയ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യത, വിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റ് കിട്ടാനുള്ള സാധ്യത. ഇന്നത്തെ ദിവസം വളരെ നല്ല എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് എടുക്കാം. പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ധൃതി പിടിക്കാൻ പാടില്ല. ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമ എന്നുള്ള 2 അക്ഷരത്തിന്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം.
മനസ്സിലായി? തീർച്ചയായിട്ടും അതല്ല, പലർക്കും ജെന്യുവിനായിട്ട് തന്നെ കിട്ടിയ ചില സ്വഭാവങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ക്ഷമയില്ലാത്തത്. പക്ഷെ നിങ്ങൾ ഇനിയെങ്കിലും അത് ശീലിക്കണം. കാരണം നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാവണം നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പല കാര്യങ്ങളും നിങ്ങൾ ക്ഷമയോടുകൂടി നേരിടാൻ പഠിക്കണം. ക്ഷമിച്ചിരിക്കേണ്ടടുത്ത് ക്ഷമിച്ചിരിക്കുകയും വേണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. കോംപ്രമൈസ് ആണ് വന്നിരിക്കുന്നത്. കോംപ്രമൈസ് ചെയ്യേണ്ടിടത്ത് കോംപ്രമൈസ് ചെയ്ത് തന്നെ പോകണം. മനസ്സിലായി? അത്യാവശ്യമാണോ? ചിലപ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾ ബഹളം വെച്ചിട്ട് ഒരു തരത്തിലും നിങ്ങൾ പുറത്തു കൊടുക്കാത്ത ചില അവസരങ്ങൾ ഉണ്ടാവാം, ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്തിനാണ് അങ്ങനെ വാശി പിടിക്കുന്നത്? പുറത്തു കൊടുക്കില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കും. അത് പാടില്ല. നിങ്ങൾ പുറത്തു കൊടുക്കണം, നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം മറ്റുള്ളവരോട്. കാരണം നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ടാവണം, ഉണ്ടാവും അല്ലെ? കുട്ടികളായി, നിങ്ങളുടെ ഫാമിലിയായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി താണു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. താഴ്മതാൻ അഭ്യുന്നതി എന്നല്ലേ പറയുന്നത്. അപ്പോൾ താഴ്മയുള്ളിടത്താണ് വിജയം ഉണ്ടാകുന്നത്. എല്ലായ്പ്പോഴും എളിമയോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിക്കാണ് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ക്ഷമിക്കേണ്ടിടത്ത്, കോംപ്രമൈസ് ചെയ്യേണ്ടിടത്ത് ഇതെല്ലാം ചെയ്തു പോകൂ. നിങ്ങൾക്ക് സ്വയം സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്താണ്? സമാധാനം, സന്തോഷം. ഇതൊക്കെ അനുഭവിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ വെറുതെ വഴക്കിട്ട് എനർജി ഡൗൺ ആക്കി കോലാഹലം, അടി വെടി ബഹളം, ഇതിലൊക്കെയാണോ കാര്യം? അല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കടമയാണ്. മനസ്സിലായോ? അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് കൊണ്ടുവരാൻ നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. വീട്ടിലുള്ളവർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അവരെ കെയർ ചെയ്യുന്നു എന്നുള്ള തോന്നൽ അവർക്ക് വരുത്തുകയും വേണം. അപ്പോഴാണ് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് സ്വയം സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. കുടുംബത്തിലായാലും മറ്റ് ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും നിങ്ങൾ മറ്റുള്ളവരോട് യോജിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്, നന്മ വരും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യണം. മനസ്സിലായി? അല്ലാതെ ഈഗോ വെച്ച് പുലർത്താൻ പാടില്ല. ഞാൻ വലുതെന്നുള്ള ഭാവം ഒരിക്കലും നല്ലതല്ല. എക്സ്പീരിയൻസിങ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടില്ല, എക്സ്പീരിയൻസിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ഇവിടെ നിന്നുമാണ്, എക്സ്പീരിയൻസിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിക്ടറി കൊണ്ടുവരുന്നത് അല്ലേ? നമുക്ക് അനുഭവങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാഠം പഠിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവണം. നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിലെ റിയാലിറ്റി മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ലെസൺ ലേൺ ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു ലെസൺ ലേൺ ചെയ്തു എങ്കിൽ മാത്രമേ അടുത്ത ലെസൺ നിങ്ങൾക്ക് ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. അവിടെ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞൊഴിയാനുള്ള ആ ഒരു മനസ്സിന്റെ ധൈര്യമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിന് മുൻപ് വരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കേറി മറുപടി പറയുക, പെട്ടെന്ന് നിങ്ങൾ അവരെ സഹായിക്കാൻ പോവുക, അതിലൂടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ, കുറേ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അവരുടെ കർമ്മ കൂടി നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവണം. അപ്പൊ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പാഠങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്നത് നല്ലൊരു സക്സസിലേക്ക് മുന്നോട്ട് പോകാനാണ്, നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് ഉയർത്താൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ചില സന്തോഷങ്ങളിലേക്ക് നീങ്ങാനാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് തണ്ടർ ബോൾട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു പരിവർത്തനത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്.
ഒരുപാട് കാര്യങ്ങളെ പഠിച്ചു, മനസ്സിലായി. അങ്ങനെ വീണ്ടും വരുമ്പോൾ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിലൂടെ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭാഗ്യം എന്താണ്? ഫോർച്യൂൺ കാർഡ്സ് ഒന്നും നോക്കാവേ, 2-3 എടുത്ത് നോക്കാം നമുക്ക്. ഇവിടെ വന്നിരിക്കുന്നത് വിമൺ ആണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമായിട്ട് എന്തെങ്കിലും ഉടമ്പടി, ഏതെങ്കിലും ഒരു കരാറിൽ ഒപ്പുവയ്ക്കുക, അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കും ഒരു സ്ത്രീയുമായിട്ട്. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്നത് ചെയർഫിൽഡ് ആണ്. സമ്മൺ ന്യൂ ഈസ് എൻ്ററിങ് യുവർ ലൈഫ്. കണ്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാം. ലവ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടാവാം. യു വിൽ ബി ഷോൺ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ളവർക്ക് വഴികാട്ടിയാവാൻ സാധിക്കും. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹൈ പ്രിസ്റ്റസ് എനർജിയാണ്, ഇൻഡ്യൂഷന്റെ എനർജിയാണ്, അല്ലെ? നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴി കാണിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വഴികാട്ടിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ നല്ല വഴിയിലൂടെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. അതുതന്നെ അല്ലേ മഹാകാര്യം, അല്ലേ? അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതിലൂടെ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം കൂടിയാവുന്നു. മനസ്സിലായി? അത് മനസ്സിലാക്കിയിരിക്കണം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.